നമസ്കാരം. തീർത്ഥയാത്ര എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കടലും കായലും കാവൽ നിൽക്കുന്ന ദേവി, കാട്ടിൽ മേക്കതിൽ ശ്രീ ഭഗവതി ക്ഷേത്രം. മണികെട്ടമ്പലത്തിന്റെ അത്ഭുതങ്ങളാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. കടലിന്റെ തിരമാലകൾ മന്ത്രമുരളി ചൊല്ലുന്നിടത്ത്, കായലിന്റെ നിശബ്ദതയിൽ ദേവിയുടെ സാന്നിധ്യം നിറയുന്നിടത്ത്, മണൽപ്പരപ്പിൽ ദൈവം തന്നെ നിലകൊള്ളുന്നിടത്ത്, അവിടെ ഭക്തിയുടെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന മഹാശക്തി, കാട്ടിൽ മേക്കതിൽ അമ്മ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത, നമസ്തസ്യേ 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 നമോ നമഃ. പ്രകൃതിയും ദൈവവും ഒരുമിച്ചിടം. കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപമുള്ള പൊന്മനയിൽ, കടലിനും കായലിനും മധ്യേ ഒരു ചെറിയ തുരുത്തിൽ, ഒരു വശത്ത് അറബിക്കടൽ, മറ്റൊരു വശത്ത് TS കനാൽ. ഇതിന്റെ മധ്യേ കേരവൃക്ഷങ്ങൾ ചുറ്റി നിൽക്കുന്ന മണൽ ഭൂമിയിൽ ദേവിയുടെ ദിവ്യ സാന്നിധ്യം. ഇത് സാധാരണ ക്ഷേത്രമല്ല, പ്രകൃതിയും ദൈവവും ഒന്നിച്ച ഇടമാണ്. ഉഗ്രവും കരുണയും ഇവിടുത്തെ ദേവിയുടെ മഹിമയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ്. ദാരികവധം കഴിഞ്ഞ ഉഗ്രഭാവം, അതേസമയം കരുണയുടെ സമുദ്രവും. ജനങ്ങൾ അമ്മയെ വിളിക്കുന്നത് കാട്ടിലമ്മ എന്നാണ്, അഥവാ കാട്ടിൽ മേക്കതിൽ അമ്മ. ഇവിടുത്തെ ഐതിഹ്യം പറയുന്നു, ഇവിടുത്തെ ദേവി കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ഉൾക്കൊണ്ടവൾ ആണെന്ന്. സർവമംഗല മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മണികെട്ടമ്പലം, വിശ്വാസത്തിന്റെ അത്ഭുതം. ഈ ക്ഷേത്രം അറിയപ്പെടുന്ന മറ്റൊരു പേര് മണികെട്ടമ്പലം എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിൽ ഭക്തർ ഒരു മണി കെട്ടുന്നു. പക്ഷെ അതിനു മുമ്പ് 7 പ്രദക്ഷിണം ചെയ്യുക. ദേവി നാമം ഉരുവിട്ടുകൊണ്ട്, മനസ്സിലെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് 7 പ്രദക്ഷിണം ചെയ്യുകയും അതിനുശേഷം മണി കെട്ടുകയും ചെയ്യുന്നു. ന്യായമായ ആഗ്രഹം ഉറപ്പായും നടക്കും എന്നാണ് ഇതിലൂടെ ഭക്തരുടെ വിശ്വാസം. ആയിരക്കണക്കിന് ആളുകൾ ദിനവും ഇപ്രകാരം മണികൾ ഇവിടെ കെട്ടുന്നു. ഭക്തിയുടെ തെളിവായി ആ ആൽമരത്തിൽ ഭക്തരുടെ മണികൾ ഓരോന്നും വിരാജിക്കുന്നു. 2004 സുനാമി ദുരന്തത്തിൽ ഇവിടുത്തെ ദേവിയുടെ കാവൽ ഈ പ്രദേശമാകെ കരുതലിന്റെ കരതലം ഉയർത്തിയിരുന്നു. ചുറ്റുപാടുകൾ മുഴുവൻ തകർന്നപ്പോൾ, കടൽ ശക്തമായി കരയിലേക്ക് കയറിയപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒന്നും സംഭവിക്കാതെ നിലനിന്നു. ഇത് ഭക്തർക്ക് ദേവിയുടെ കാവലാണ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അതിനുശേഷം നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നത്. ഇത് ഒരു അത്ഭുതമായിട്ട് തന്നെ ജനങ്ങൾ കാണുന്നു. വിശാലമായ മണൽപ്പരപ്പിൽ നിശബ്ദതയിൽ നിൽക്കുന്ന ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും മതിയാകില്ല, അല്ലെങ്കിൽ വർണ്ണിക്കാനുള്ള ശേഷി പോരാ എന്ന് തന്നെ പറയണം. ചുറ്റും കാറ്റിന്റെ സംഗീതം, തെങ്ങിൻ തോട്ടങ്ങൾ, കടലിന്റെ ശബ്ദം. ഇവിടുത്തെ ദർശനം ഒരു ആത്മീയമായ അനുഭവം തന്നെ. ഭക്തിയുടെ ഉച്ചകോടിയാണ് ഇവിടുത്തെ വൃശ്ചികോത്സവം. വൃശ്ചികോത്സവം ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവമാണ്. വൃശ്ചികം 1 മുതൽ 12 വരെ 12 ദിവസം നീളുന്ന മഹോത്സവം. ആയിരക്കണക്കിന് കുടിലുകൾ, ഭക്തർ ഇവിടെ താമസിച്ച് ഭജനം നടത്തുന്നു. തോറ്റമ്പാട്ട്, തങ്കയങ്കി ഘോഷയാത്ര, അന്നദാനം, വൃശ്ചിക പൊങ്കൽ എന്നിവയൊക്കെ ഈ ഉത്സവ ദിനങ്ങളിലെ വിശേഷങ്ങളാണ്. 12ാം ദിവസം ഭഗവതിയുടെ തിരുമുടി ഭക്തർക്കരികിലേക്ക് എത്തുന്നു. ദുഃഖങ്ങൾ ആ സമയത്ത് അകന്നു പോകുന്നതായിട്ട് അത് സാക്ഷ്യം വഹിച്ച ഭക്തരുടെ ഒരു വിശ്വാസമാണ്. തമിഴ്നാട്, കന്യാകുമാരി എന്നിവിടങ്ങളിൽ നിന്ന് പോലും ഭക്തർ എത്തുന്ന മഹോത്സവം. ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ ചൊവ്വ, വെള്ളി, ശനി, പൗർണമി, അമാവാസി, ജന്മനക്ഷത്ര ദിവസങ്ങൾ എന്നിവയൊക്കെയാണ്. ഈ ദിവസങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഫലപ്രദമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ മുൻപ് ജങ്കാർ വഴിയായിരുന്നു വരേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ജങ്കാർ കൂടാതെ തന്നെ നേരിട്ട് ക്ഷേത്രത്തിലേക്ക് എത്താനും സാഹചര്യമുണ്ട്. ജങ്കാർ വഴി എത്തുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങൾ ഒന്നായി ഈ ക്ഷേത്രത്തെ കരുതിയിരുന്നു. എന്നാൽ ഇന്ന്
വളരെ വിശാലമായിട്ടുള്ള വഴികളും ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടില്ലാതാക്കുന്നു. കടലിനും കായലിനും മധ്യേ സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രകൃതിയുടെ ശക്തിയും ശാന്തിയും ഒരുമിച്ച അനുഭവം നമുക്ക് ലഭിക്കുന്നു. മണികട്ടൽ ഒരു മനഃശാസ്ത്രപരമായ വിശ്വാസവും ആണ്. മനസ്സിന്റെ ഏകാഗ്രതയും വിശ്വാസവും ലക്ഷ്യസാഫല്യത്തിന് സഹായിക്കുന്നു. വിശ്വാസത്തോടുകൂടി ഇവിടെ മണികെട്ടുന്ന ഒരു ഭക്തനെയും ദേവീ ചൈതന്യം നിരാശപ്പെടുത്തില്ല. ഉഗ്രമൂർത്തിയായ ഭദ്രകാളി ആരാധന ഭയം, ആശങ്ക എന്നിവയൊക്കെ കുറയ്ക്കുന്നു. ആത്മവിശ്വാസം ഭക്തർക്ക് നൽകുന്നു. കടലിന്റെ ശബ്ദത്തിൽ അമ്മയുടെ വിളി ഒന്ന് കാതോർത്താൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ആ മണൽപ്പരപ്പിൽ ഭക്തിയുടെ പാദമുദ്രകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മരത്തിൽ കെട്ടിയ മണികളിൽ 1000 പ്രാർത്ഥനകളുടെ സ്വരങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അവിടെ കാട്ടിൽ മേക്കതിൽ അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നു. ദുർഗാം സ്മൃതാം ഹരസി ഭീതി മശേഷ ജന്തോ സ്വസ്ഥൈ സ്മൃതാം മതിമതീവ ശുഭാം ദദാംസി ദാരിദ്ര്യ ദുഃഖ ഭയകാരിണി കാതതുന്യ സർവോപകാരകരണായ സദാർദ്രയുക്ത സർവമംഗലമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇത്തരം മഹത്തായ ദൈവിക സാന്നിധ്യങ്ങളിലൂടെ ക്ഷേത്രങ്ങളുടെ മറഞ്ഞ സത്യങ്ങളുടെയും കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.